ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ 7ാമത്തെ അധ്യായമായിരിക്കുന്ന റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ വർഷം ചോദിക്കാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോക്കസ്ഡ് ഏരിയകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഒരുപക്ഷെ 6 മാർക്കിന്റെ അല്ലെങ്കിൽ 8 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് പ്രധാനമായിട്ടും ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടന്നാലോ? കിടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. തികച്ചും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ 7ാമത്തെ ഫോക്കസ്ഡ് ഏരിയ അധ്യായമായിരിക്കുന്ന റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് അഥവാ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുകളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 6, 8, 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇംഗ്ലീഷ് വേർഷനിലാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന്റെ മലയാളം വേർഷൻ കൂടി നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത് 7ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്, അതോടൊപ്പം തന്നെ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ റീസൺസ് വിച്ച് ലെഡ് ടു ദി ചിപ്കോ മൂവ്മെന്റ് ഇൻ UP ഇൻ ഏർലി 1970s. വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് ദിസ് മൂവ്മെന്റ്? അപ്പോൾ 1970കളുടെ തുടക്കത്തിലാണ് ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കാൻ ഇടയാക്കിയിരിക്കുന്ന കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പരിണിത ഫലങ്ങൾ, ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടി വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. The movement began in Uttarakhand region. Forest department refused permission to the villagers to fell ash trees for making agriculture tools. However, they allowed the same land to sports manufacturers for commercial uses. The villagers protested against it. They raised the issues of ecological and economic exploitation of the region. The villagers demanded that local communities should have effective control over natural resources like land, water and forests. They demanded the government to provide low-cost materials to small industrial and ensure development of region without disturbing ecological balance. The movement also took up economic issues of landless forest workers and asked for guarantees of minimum wage. Women also started agitations against the habit of alcoholism. Finally, the government issued a ban on felling of trees in the Himalayan region for 15 years. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും 1970കളുടെ തുടക്കത്തിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കാൻ ഇടയാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. അടുത്ത രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നെയിം ഓഫ് ദ റീജിയൻ റിലേറ്റഡ് ടു ചിപ്കോ മൂവ്മെന്റ്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രദേശത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രദേശത്തിന്റെ പേരാണ് ഉത്തരാഖണ്ഡാണ്. ഇനി അടുത്ത മൂന്നാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡസ് വോളണ്ടറി ഓർഗനൈസേഷൻസ് ആർ കോൾഡ് നോൺ പാർട്ടി മൂവ്മെന്റ്സ്? അപ്പോൾ എന്തുകൊണ്ടാണ് സന്നദ്ധ സംഘടനകൾ പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്? അതോടുകൂടി തന്നെ പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്നാൽ എന്ത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മെനി ഓഫ് ദി പൊളിറ്റിക്കലി ആക്റ്റീവ് ഗ്രൂപ്പ്സ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ എക്സിസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇലക്ടോറൽ പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, ഫെയിലിയർ ഓഫ് എക്കണോമിക് പോളിസീസ്, സോഷ്യൽ ഇനീക്വാലിറ്റീസ്, പോവർട്ടി were the major reasons for the dissatisfaction. They therefore chose to step outside of party politics, were registering their protests. Because of voluntary nature of their social work, many of these organizations came to be known as voluntary organizations. These voluntary organizations chose to remain outside party politics. Most of these groups believed in politics and wanted to participate in it, but not through political parties. Hence, these organizations were called non-party movements. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു, what issues did the Dalit Bandhas address? അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ദളിത് ബന്ധേഴ്സ് ഉന്നയിച്ചിരിക്കുന്നത്
വിവരിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് ദളിത് ബന്ധേഴ്സ് വാസ് എ മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഓഫ് ദി ദളിത് യൂത്ത്. ഇറ്റ് വാസ് ഫോർമഡ് ഇൻ മഹാരാഷ്ട്ര in 1972. They fought against injustice and atrocities on Dalits in various parts of the state. Larger ideological agenda of the Bandhs was to destroy the caste system and to build an organization of all oppressed sections. Following are the issues addressed Dalit Bandhs. അപ്പോൾ താഴെ പറയുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ദളിത് ബന്ധേഴ്സ് ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് they fought against caste based inequalities and wanted to destroy the caste system. They demanded for the effective implementation of reservations and other such policies of social justice. They resorted to mass action to stop social discrimination and violence against Dalits. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് പ്രധാനമായിട്ടും ദളിത് ബന്ധേഴ്സ് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വേർ വാസ് ദളിത് ബന്ധേഴ്സ് ഓർഗനൈസേഷൻ ഫോർമഡ്? അപ്പോൾ എവിടെയാണ് ദളിത് ബന്ധേഴ്സ് രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് മഹാരാഷ്ട്രയിലാണ് 1972 രൂപീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ആറാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ഭാരതീയ കിസാൻ യൂണിയൻ ഈസ് എ ലീഡിംഗ് ഓർഗനൈസേഷൻ ഹൈലൈറ്റ് ഇൻ ദ പ്ലേറ്റ് ഓഫ് ഫാമേഴ്സ്. വാട്ട് വർ ദ ഇഷ്യൂസ് അഡ്രസ്ഡ് ബൈ ഇറ്റ് ഇൻ 1990s ആൻഡ് to what extent were they successful? അപ്പോൾ ഭാരതീയ കിസാൻ യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന സംഘടന കർഷകരുടെ ദുരിതാവസ്ഥയെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1990-കളിൽ ഈ സംഘടന അഭിസംബോധന ചെയ്ത പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭാരതീയ കിസാൻ യൂണിയൻ മീൻസ് BKU was one of the leading organization of farmers movement in western Uttar Pradesh and Haryana regions. Following are the issues addressed to ഭാരതീയ കിസാൻ യൂണിയൻ. അപ്പോൾ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലും കർഷക രൂപം കൊടുത്ത സംഘടനയായിരുന്നു ഭാരതീയ കിസാൻ. അതുപോലെ 1990-കളിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത് താഴെ പറയുന്നവയാണ്. ഒന്നാമതായിട്ട് ഹയർ ഗവൺമെന്റ് ഫ്ലോർ പ്രൈസ് ഫോർ ഷുഗറൻസ് ആൻഡ് വീറ്റ്, അബോളിഷൻ ഓഫ് റിസ്ട്രിക്ഷൻ ഓൺ ദി ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഫാം പ്രൊഡ്യൂസ്, എൻഷുർ ഗ്യാരണ്ടീഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് റീസണബിൾ റൈറ്റ്സ്, സേവിംഗ് ഓഫ് റീപേയ്മെന്റ്സ് ഡ്യൂ ഓൺ ലോൺസ് ടു ഫാമേഴ്സ്, പ്രൊവൈഡ് ഗവൺമെന്റ് പെൻഷൻ ഫോർ ഫാമേഴ്സ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് അബൌട്ട് ആന്റി അറാക്ക് മൂവ്മെന്റ് ഇൻ ആന്ധ്രാപ്രദേശ്. വൈ ഡു യു കൺസിഡർ ദി ആന്റി അറാക്ക് മൂവ്മെന്റ് ആസ് എ വുമൺ മൂവ്മെന്റ്? വൈ? അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചിരിക്കുന്ന ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തെ കുറിച്ചാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ചാരായ വിരുദ്ധ പ്രസ്ഥാനം ചില ഗൗരവതരമായ പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ പ്രശ്നങ്ങളെന്നും അതേപോലെ തന്നെ ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തെ ഒരു സ്ത്രീ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? അങ്ങനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരിഗണിക്കുന്നത് എന്നീ ചോദ്യങ്ങളൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ചാരായ വിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറിപ്പ് എഴുതുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ചാരായ വിരുദ്ധ പ്രസ്ഥാനം സ്ത്രീ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ന്യായീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൻസർ നമുക്ക് നോക്കാം, അവിടെ കൊടുത്തിട്ടുണ്ട്. ആന്റി അറാക്ക് മൂവ്മെന്റ് വാസ് എ വിമൺ മൂവ്മെന്റ് ഇൻ ദബുഗണ്ട വില്ലേജ് ഇൻ നെല്ലൂർ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. They complained of increased consumption of locally brewed alcohol arak by men in their families. It ruined their physical and mental health and also affected the family economy and rural economy of the region. Women were the worst sufferers of this ill effect of alcohol. Women in Nellore came together in protest against the sale of arak. Arak auctions in Nellore district were postponed 17 times. This movement slowly spread all over the state. The movement also touched upon other issues of the region that affected women's life. It provided a platform to discuss private issues of domestic violence like dowry, sexual violence, etc. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഒരു സ്ത്രീ പ്രസ്ഥാനവുമായിട്ട് പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് സ്റ്റേറ്റ് ആന്റി അറാക്ക് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ്? അപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്? ആന്ധ്രാപ്രദേശിലാണ് 1992 ആരംഭിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ വൈ ഡിഡ് ദി നർമ്മദ ബച്ചാവോ ആന്തോളൻ ഓപ്പോസ് ദി ഡാം പ്രൊജക്ട്സ് ഇൻ നർമ്മദ വാലി? അപ്പോൾ നർമ്മദ താഴ്വരയിലെ ഡാം പദ്ധതികളെ എന്തുകൊണ്ടാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എതിർക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് നർമ്മദ ബച്ചാവോ ആന്തോളൻ വാസ് എ മൂവ്മെന്റ് അഗൈൻസ്റ്റ് എ നമ്പർ ഓഫ് ലാർജർ ഡാം പ്രൊജക്ട്സ് അക്രോസ് നർമ്മദ റിവർ. Among the most important were Sardar Sarovar project in Gujarat and the Narmada Sagar project in Madhya Pradesh. Sardar Sarovar project is a multi-purpose mega-scale dam in terms of availability of drinking water, irrigation, generation of electricity and increase in agriculture production. However, in this process of construction of dam, about 255 villages were expected to get submerged. It also required relocation of around 250,000 people from the
villages. The movement demanded proper rehabilitation of all these people. This movement insisted that local communities must have a say in the decision-making process along with an effective control over natural resources like water, land and forests. The movement argued that larger social costs of the developmental projects such as forced resettlement people, loss of the means of livelihood and culture, depletion of ecological resources etc. must be calculated in the cost of benefit analysis. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും നർമ്മദ താഴ്വരയിലെ പദ്ധതികളെ പ്രധാനമായിട്ടും നർമ്മദ ബച്ചാവോ തള്ളിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ മീൻസ് RTI. അതപ്പോൾ വിവരാവകാശത്തെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൻസർ നമുക്ക് നോക്കാം. The movement for right to information started by Mazdoor Kisan Shakti Sangathan means MKSS in Rajasthan in 1990s. They demanded the records of family relief work and accounts of labours. The demand was first raised in Bhim Tehsil in a very backward region of Rajasthan. Villagers arrested the right to information by asking of copies of bills and vouchers and names of persons on the muster rolls who have been paid wages on the construction of schools, dispensaries, small dams and community centers. In 1996, MKSS formed a National Council for People's Right to Information in Delhi to raise RTI to the status of a national campaign led to Right to Information Act in 2005. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിവരാവകാശത്തെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത which organization started the movement for right to information? അപ്പോൾ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഏത് സംഘടനയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്നുള്ളത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ആണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന സംഘടന. ഇനി അടുത്തായിട്ട് ഏറ്റവും അവസാനത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് in which year Right to Information Act വിവരാവകാശം നിലവിൽ വന്നിരിക്കുന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിവരാവകാശം നിലവിൽ വന്നിരിക്കുന്ന വർഷമാണ് 2005 നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്കും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അതിന്റെ റീപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.